മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കും. ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. ആദ്യമൊരു പ്രതികരണം, ശേഷം CK അഭിലാലിലേക്ക്. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അലൈൻമെന്റ് അനുസരിച്ചാണ് അവർ ഓട നിർമ്മിക്കുന്നത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ആവശ്യം അത് അകത്തോട്ട്, അതായത് അതിൻ്റെ എഡ്ജിൽ വെക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അലൈൻമെൻറ്റ് മാറ്റാൻ KRFBക്ക് പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്കിത് പരിഹരിച്ചേ പറ്റൂ. അപ്പോൾ അതിന് അത്രയും ഭാഗം പുറമ്പോക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പുറമ്പോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അളന്ന് പുറമ്പോക്കുണ്ടോ എന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. അവിടെ CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് തുടക്കത്തിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്തിന്റെ ആവശ്യം. CPMന്റെ ഒരു നേതാവ്, കോൺഗ്രസ് ഒക്കെ പ്രതിഷേധ രംഗത്തുമുണ്ട്. ഇപ്പോൾ സമവായമായിട്ടുണ്ടോ? CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പ്രസിഡന്റായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൊടുമൺ, അവിടെ UDF അംഗങ്ങൾ കൂടി പ്രസിഡന്റിനൊപ്പം ചേരുകയും അവർ മുൻപ് ഏത് നിലപാട് സ്വീകരിച്ചോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. ചുരുക്കത്തിൽ അവിടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിനെ സഹായിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഇന്നും യോഗത്തിൽ അവർ ഉയർത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ നിയമസഭ ചേരുന്ന വേളയ്ക്ക് മുൻപായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഈ വിഷയം ധരിപ്പിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അവിടെ നടന്നു വന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തീരുമാനിച്ച അലൈൻമെൻറ്റ് പ്രകാരമാണ് എന്ന് ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കുന്നുണ്ട്. അലൈൻമെൻറ്റ് തയ്യാറാക്കിയ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നടക്കം യാതൊരു തരത്തിലുള്ള പരാതികളും ഉയർന്നു വന്നിട്ടില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് ആവശ്യമായ ശ്രമങ്ങൾക്ക് ആയിരിക്കും ചിറ്റയം ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള നടപടികൾ ഉണ്ടാവുക. നാളെ ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടുകൂടി ഒരു സമവായത്തിന്, ഒരുപക്ഷേ ഗ്രാമപഞ്ചായത്ത് പ്രതികളെ കൂടി ഉൾപ്പെടുത്തി ഒരു വിശാലമായ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യാനാണ് നിലവിൽ ധാരണയായിട്ടുള്ളത്.